ഇന്നലെ വിളിച്ചിരുന്നു പെയിന്റ് അടിക്കാൻ. ആദ്യം നമുക്ക് ഉള്ളിലടിക്കാം, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഫുൾ അടിക്കാം. ഓക്കെ, അവിടെ ഇട്ടിരുന്നു. എന്തൊരു കർഷകര വീട്, വലിയ വീട്, കർഷകര മാത്രം. അവിടെ ഇവിടെ കുത്തിരി അവിടെ ഇരിക്കണോ? എന്റെ ഇവിടെ ഒരു സൗണ്ട് കേട്ടെ. കർഷകര മേഡം, ഒടിഞ്ഞ കർഷകര വീട്, വലിയ വീട്, കർഷകര മാത്രം. ഇതിനെ കണ്ടാ ഒടിഞ്ഞ കസേരയെന്ന് പറയുമോ? അല്ല, ഇരുന്നപ്പോ ഒടിഞ്ഞു പോയി, എന്റെ ബാലൻസ് തെറ്റി കിടക്കും. ഓ, അപ്പൊ എന്റെ കസേര ഒടിച്ചു. അപ്പൊ ഞാൻ ജോലി കൂലിയിൽ കുറവില്ല. വന്നുടനെ എന്റെ കസേര തല്ലി ഒടിച്ചത് ഒട്ടും ശരിയായില്ല കേട്ടോ. ജോലി കിട്ടിയില്ല, ചുമ്മാ ആദ്യം നമുക്ക് അകത്ത് 4 ബെഡ്റൂം ഉണ്ട്, 2 കിച്ചൺ, 1 ഹാള്. അപ്പൊ ഇത് കംപ്ലീറ്റ് അടിക്കണം. ഇത് എവിടുന്ന് വന്നു? എന്നെ മിണ്ടായി, ആ ഒരു ക്രാക്കാണ്. മേഡം 20,000 രൂപ ആവും. ഇത് ആഫ്രിക്കൻ കുരങ്ങോ? ഇതിന്റെ വില ഇത്രയാവോ? അല്ല, പെയിന്റിങ്ങിന്റെ വില. പെയിന്റിങ്ങിന്റെ വില മേഡം 20,000 രൂപ ആവും. നിങ്ങളുടെ ജോലിക്കൂലി എല്ലാം കൂടെ ചേർത്ത്? അതല്ല, അത് ചേർക്കാതെ, ഇത് പെയിന്റിങ് സാധനങ്ങൾ ഉൾപ്പെടെ. കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണോ? വേണം. നിങ്ങൾ വെളിയിലിരിക്കും, എന്തിനകത്ത് കയറുന്നത്? വെളിയിലിരിക്കും. എന്തോ കൈ കയറി പിടിക്കുന്നത്? എന്തോ ശ്രമിക്കുന്നേ? കൈ കയറി പിടിക്കുന്നോ? ഇത് അമേരിക്കയല്ല, ഇത് കേരളം തന്നെ കേട്ടോ. ഇതിനൊന്നും മോശമായിട്ടൊരു വീട്ടിൽ കയറി പെരുമാറാൻ പാടില്ല. കുടിക്കാനല്ലേ വെള്ളം കൊണ്ട് തന്നത്, പിടിക്കാനല്ല കൊണ്ടുവന്നത്. എനിക്ക് ഇവനെ കണ്ട നേരം തൊട്ട് ഇവനെ കൊണ്ടുവന്ന് എങ്ങനെ നിങ്ങൾ പെയിന്റ് അടിക്കും? ഇത് എല്ലായിടവും ചാടി കയറി ആഫ്രിക്കൻ കുരങ്ങും. പെയിന്റ് അടിക്കും, ചാടി കയറും. മനസ്സിലായി. നിങ്ങൾ മെയിൻ ഒരാൾ വരും, ഇങ്ങനെയുള്ള അലവലാദികളെ കൊണ്ടുവരും, ഒരാളിന്റെ ഫുൾ ശമ്പളം വാങ്ങിക്കും. ആ 2 ശമ്പളം കൂടെ നിങ്ങൾ ഒരാളെടുത്തിട്ട് അവന് നക്കാപ്പിച്ച കൊടുത്തു വിടും. പിന്നെ നമ്മളെ വെറും പൊട്ടരാക്കും. ഇതാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പഠിക്ക് വന്ന സ്ട്രോങ് ആയിട്ട് 2 പേര് വരിക, മാന്യത അനുസരിച്ച് ആ ജോലി തീർത്തു കൊടുക്കാൻ. ഇതുപോലുള്ള ഉളുക്ക് കേസുകളെ കൊണ്ടുവന്ന ഇവ എന്തോ പണി ചെയ്യും? ഇതാണോ കയ്യാള്? കൊള്ളാം. അഡ്വാൻസ് വല്ലതും വേണോ? അല്ല, ഒരുമിച്ച് തന്നാ മതിയോ? അപ്പൊ ഞാൻ ഇക്ക എന്ന് വിളിക്കട്ടെ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇന്നലെ പെയിന്റ് അടിക്കണോടാ, അടിപൊളി ചരക്കടാ, ഈ പോവാനേ തോന്നണ്ടടാ. അതിന് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കൊച്ചു ടിവിയിൽ ഡോറൊക്കെ വളരെ ഇരിക്കണം. തന്നെ നമുക്ക് ഇന്ന് തന്നെ കാര്യങ്ങളായിട്ടാണ് നടത്തുന്നത്. അത് അങ്ങനെയല്ലേ വേണം. എന്തോ വേണ്ടത്, എങ്ങോട്ടാ പോകുന്നത്? പെയിന്റ് അടിക്കുന്ന സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് തരുന്നില്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഫ്രൂട്ട്സ് ഉണ്ട്, നോമ്പായത് വാങ്ങിച്ചു. എനിക്ക് വേണ്ട, പല്ല് വേണം മേഡം. വേണ്ട മേഡം, വേണ്ട വേണ്ട, പല്ല് വേണം. കഴിച്ചാലല്ലേ പെയിന്റ് അടിക്കാനാണ്. വേണ്ട മേഡം, പല്ല് വേണം. അപ്പൊ എങ്ങനെ നിങ്ങൾ എന്ന് വരും പെയിന്റ് അടിക്കാൻ?
ഇന്ന് തന്നെ ചെയ്യാം മേഡം. ഇന്ന് ചെയ്യാവോ? ഇന്ന് ചെയ്യാം. ശരി, അടുത്ത ആഴ്ച എനിക്ക് ഒട്ടും ടൈമില്ല. എന്റെ ഹസ് ഗൾഫിൽ നിന്ന് വരുന്നതാ, അതുകൊണ്ട് ഒട്ടും ടൈമില്ല. അപ്പം എവിടെ നമ്മള് പെയിന്റ് അടിക്കണ്ടേ? കാട്ടാക്കട പോയാലോ? പെയിന്റ് വാങ്ങിക്കാനാ? പെയിന്റ് വാങ്ങാൻ. ഓ ആയിക്കോട്ടെ, അവിടെ ആണെങ്കിൽ ആയിക്കോട്ടെ. ശരി, ഓക്കെ. ഇപ്പാരുടെ അടുത്തൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ ഡോറ തന്നിമത്തം കൊണ്ട് തന്നത്? കണ്ട എന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. നോക്കിട്ട് ഡോറയുടെ പ്രയാണം. ഞാനെന്താണോ നോക്കുന്നത്? ഇങ്ങനെ രണ്ടാമത്തെ അണ്ണൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്. താൻ എന്തിനാ നോക്കണത്? അണ്ണൻ്റെ വീട്ടിൽ എന്തോ ഒരു കുറവുണ്ട്. കുറവുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം. കുറവുണ്ട്, എന്തിൻ്റെ കുറവെന്ന് ഇപ്പൊ കാണിക്കുന്നത്? ഞാനാ പോയിരിക്കാം, ഇപ്പൊ വരും. അവിടെ ഇട്ടിട്ട് വേണം. അവിടെ ഇട്ടിട്ട് വാ. തന്നെ ഞാൻ അടിച്ചു കൊല്ലേ. ഈ വട്ട് പിടിച്ചതിന് ഇവിടെ പെയിന്റ് അടിക്കാനാന്ന് പറഞ്ഞു. എന്റെ വസ്ത്രം മാറിയവനെ പോടാ, അരവട്ട പോടാ പോടാ. നീ എന്തിനാണ് ഇവിടെ വന്നേ? തന്നെ വേണം അടിക്കേണ്ടത്. ഈ വട്ട് പിടിച്ചാൽ പിടിച്ചോണ്ട് ഇവിടെ പെയിന്റ് അടിക്കാൻ വരാൻ പറഞ്ഞോടെ. നീ ഒന്ന് ഇവിടെ പെയിന്റ് അടിക്കണ്ട, ഇറങ്ങടാ. നീയൊക്കെ എന്ത് അക്രമം കാണിച്ചാലും നിയമം ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വീടുകളിലും കയറി ഇങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്നത് കേട്ടോ. എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ വരാം. അവിടെ നിൽക്കും. ഇങ്ങോട്ട് ഇരിക്കും. ഹലോ ഇക്ക, ഇവിടെ പെയിന്റ് അടിക്കാൻ വിളിച്ചവര് വന്നിരുന്നേ. എല്ലാം കൂടെ 20,000 രൂപയാവുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നിക്ക, ഞാൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ എന്റെ കൈ കയറി പിടിക്കുന്നു. ഞാൻ അവിടെ തുണി കഴുകിയിട്ടിരിക്കുന്ന പോയി എടുത്ത് പൊക്കി നോക്കുന്നു. ഇക്ക, ഇവന്മാര് വെറും വൃത്തികെട്ടവന്മാരാ. ഇവന്മാര് ഇങ്ങനെ വിടാൻ പാടില്ല. നമ്മള് സ്ത്രീകൾ ഇങ്ങനെ മിണ്ടാതെ പമ്മി നാണക്കേടാന്ന് ഓർത്ത് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ ഇങ്ങനെ അക്രമം കാണിക്കുന്നത്. കാരണം ഇന്നലെ ഒരുത്തൻ സ്വന്തം പെറ്റ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവനും ഒന്നുമില്ല, കുറെ നാള് ജയിലിൽ കിടക്കും. പിന്നെ അവൻ തിന്നു കൊഴുത്ത് എല്ലാത്തിനും വലുപ്പവും വെച്ചിട്ട് അടുത്തവരെ പീഡിപ്പിക്കാൻ ഇറങ്ങും. നമ്മുടെ നിയമം ശരിയില്ല ഇക്ക. നിയമം ശരിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത്. ഇവന് ഇന്ന് ഞാൻ നല്ലൊരു പണി കൊടുക്കാം. ഇവന്മാർ ഇനി ഒരു വീട്ടിലും പോയി പെണ്ണുങ്ങളെ ഇങ്ങനെ മാനക്കേട് വരുത്തരുത്. ഇക്ക വെച്ചോ, ഞാൻ കൊടുത്തിട്ട് വരാം. ഓക്കെ. അവന്മാര് 2 പള്ളു കൊടുത്ത് വിട്ട് അവന്മാർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതെല്ലാം മറന്നുപോയി. ഇവന്മാര് മരിച്ചാലും മറക്കാത്ത രീതിയിലുള്ള 8ന്റെ പണി ഇന്ന് ഞാൻ കൊടുക്കാം. പെയിന്റ് അടിക്കാൻ വന്നിട്ട് അവൻ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുന്നോ? കൊള്ളാമല്ലോ. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിലും അവനെ ഇന്ന് ഞാൻ നാണയമാരി എന്റെ തുണി കഴുകിയത് പൊക്കി നോക്കുന്നു. കണ്ടോ? വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ വീട്ടിൽ കയറ്റാൻ പാടില്ല. ഞാൻ കണ്ടില്ലായിരുന്നേ അവന്മാര് പെയിന്റ് അടിക്കാൻ വന്നേനെ എന്നെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചേനെ. വൃത്തികെട്ടത്. ഇന്ന് ഞാൻ കൊടുക്കാം 8ന്റെ പണി. ഹലോ ഇക്ക പറഞ്ഞേ അടുത്ത ആഴ്ച പണി ചെയ്താൽ മതിയെന്ന്. ശമ്പളം കിട്ടാന് അടുത്ത മാസം ആദ്യമാവും. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ വന്നാ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. പൊക്കോ. അത് ശരിയാവൂല. അതിന് ശരിയാവും. അത് ശരിയാവൂല. ഞാൻ അറിയാതെ കൊണ്ടുവന്നോ? ഇങ്ങനെയുള്ള പട്ടുകേസിനെയും കൊണ്ട് പണിക്കൊന്നും വരരുതേ കേട്ടല്ലോ. നിങ്ങൾക്ക് നല്ല പക്വതയുള്ള നല്ല പണി അറിയാവുന്ന ഒരാളെയും കൊണ്ട് വരണം. ആയിക്കോട്ടെ. പണിക്കൂലിയിൽ കപ്പാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും പട്ടുകേസിനെയും കൊണ്ട് വല്ല വീടുകളും ചെന്ന് കയറിയാലേ വിവരം അറിയാം. എന്തുവിടാ ഇത്
ഇവ അങ്ങനെ തന്നെ മേഡം. ഇവനെ കൊണ്ടാണോ പെയിന്റ് അടിക്കാൻ പോകുന്നേ? ഇവൻ പെയിന്റ് അല്ല അടിക്കുന്നത്, വീട്ടിന്റെ മൂന്നായും കൂടെ ഇളക്കിക്കൊണ്ട് പോകും കേട്ടോ. അതാവ അങ്ങനെ ആയിപ്പോയി. എവിടെല്ലാം ഇട്ടപ്പോ ഇളക്കുന്നു. ഏതോ മന്ദബുദ്ധിയാ നിങ്ങൾ. ശരിയല്ല. പോയിന് പോ, വീട്ടിൽ നിന്ന് പോ. അതെ, ഇത്ത പറഞ്ഞു അടുത്ത ആഴ്ച വർക്ക് ചെയ്താൽ മതിയെന്നേ. ഇത്തിരി കാശെങ്കിലും തരും മേഡം. ഇല്ല, അടുത്ത മാസം ഫസ്റ്റ് വീക്കിലെ സാലറി കിട്ടുകയുള്ളൂ. അയാളെ കൊണ്ടുവന്നു, അവനക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇവന് കിട്ടാനുള്ളത് എവിടെന്നേലും കിട്ടിക്കോളും. മേഡം അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച. എന്നാ ശരി, പൊക്കോട്ടെ, പോയട്ടെ. അത് ശരിയാവൂല. ഒരു മുത്തം തരും മേഡം. ഡോ എന്തോ പറഞ്ഞേ? ഒരു മുത്തം തരും മേഡം. മുത്തം തരാനോ? ഇനിയൊന്നും വെറുതെ വിടാൻ പാടില്ല. നിനക്കിപ്പോ നിയമം നിന്നൊക്കെ വെറുതെ ഇനി പെണ്ണുങ്ങളോട് പറയണം. ഇല്ല, പറയില്ല മേഡം, പറയില്ല മേഡം, പറയില്ല മേഡം. ഈ സാധനം വെച്ചോണ്ടാന്നോടാ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ ഇല്ല മേഡം. പെറ്റതള്ളയെ പോലും വെറുതെ വിടാതെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നേ. മേഡം വിടും മേഡം. നിയമം അങ്ങനെ ശരിയല്ല. നിന്നെ പോലെ സ്ത്രീകൾ ഒരു പുരുഷൻ ഇങ്ങനെ വൃത്തികേട് കാണിച്ചാൽ ഇതേപോലെ പിടിക്കേണ്ട സ്ഥാനത്ത് പിടിച്ച് ഉടച്ചു വിട്ടു. ഇനി ചെയ്യടാ. ഇല്ല, ഒരിക്കലും മേഡം. ഉമ്മ ചോദിക്കൂടാ. ഇല്ല മേഡം. മൃഗയിലെ വാറുണ്ണിയാ. മൃഗ സിനിമയിലെ മേഡം. വാറു